നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്. പടച്ചവനെ, ഒരു വയസ്സുകൂടെ കൂടിയിരിക്കുകയാ. നിങ്ങൾ ഇരിക്കടോ. നിങ്ങളൊക്കെ ഞാൻ പേടിച്ചു പോയല്ലോ പടച്ചവനെ. നിങ്ങളൊക്കെ ചാടി എഴുന്നേറ്റുണ്ടപ്പോ ഞാൻ നിങ്ങൾ ഇരിക്കറോ. അല്ലാഹു അലം. പടച്ചു എന്ത് പറ്റിയപ്പോ? പോയവര് നോക്കിയിട്ട് വരട്ടെ. ഇനി നിങ്ങളും കൂടെ ഇറങ്ങി ഓടല്ലേ. അത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേരും കൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ എല്ലാവരും പോയി നോക്കിയിട്ട് വരി. എനിക്കുള്ള ഗ്ലാസ് വെള്ളം താപ്പോ. എല്ലാവരും പോയി നോക്കിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് ഓടുക. പടച്ചവനെ, കാള പറ്റൂന്ന് അറിഞ്ഞപ്പോഴേ എല്ലാം ഓടി. ഇനി അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കാള പ്രസവിക്കൂല എന്നുള്ളത്. എന്തോ പടച്ചവൻ എന്താണെന്നറിയില്ല. എല്ലാവരും ഓടും. പെണ്ണുങ്ങൾ ഓടുവാണോ? ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതോ ചെറിയ മക്കള് സ്നേഹം കൂടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചതാ. നിങ്ങൾ പോയിട്ട് എരന്ന് വാങ്ങണ്ട. ഏതോ ചെറിയ മക്കള് സ്നേഹം കൂടിയപ്പോൾ അവര് പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചു. അത് വാങ്ങാൻ കുറച്ചു പേര് ഓടിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഉസ്താദ് പോകണ്ടേട്ടാ. നമ്മളൊന്നും അങ്ങോട്ട് പോകണ്ടപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളിനും കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഒരിക്കൽ വെള്ളിയാഴ്ച കള്ളും കഞ്ചാവിനെതിരെയൊക്കെ പ്രസംഗിച്ചു. ഉസ്താദ് അവസാനം സുബഹിക്ക് ബൈക്ക് വന്നപ്പോൾ എറിഞ്ഞ് തറയിലിട്ടു. അതവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനം എന്തെന്നറിയോ? അള്ളാഹുവേ, പടച്ചറബ് ഒരുക്കി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ നീ ചിന്തിക്കാത്തത്? അതൊന്നും സ്വപ്നമല്ലടാ, കള്ളം പറയുന്നതല്ലടാ മോനെ, സ്വപ്നലോകമല്ല ചെറുപ്പക്കാരാ. കേൾക്കാമെന്നിരിക്കുന്ന ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ചിട്ട് മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാ. അള്ളാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് വേണ്ടതല്ല ഞാൻ വാരിക്കോരി തരുമെന്ന് പടച്ചറബ് നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരാരാവുള്ളത്? അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരു നാണവുമില്ലടോ. അള്ളാഹു തരുന്നത് മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ചറബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കൊണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. സഹോദരാ, നമുക്ക് നന്ദിയില്ലടോ. അതാ വീട്ടിൽ പടച്ചവനെ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ആ നായുണ്ടല്ലോ, ഒരു നേരത്തെ ആഹാരം കൊടുത്താ പടച്ചവനെ ഒരിക്കലും അത് നിന്നെ മറന്നു കളയൂല. ആ ഭക്ഷണം കൊടുത്തവനെ മറക്കൂല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ലടോ. കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്നവനാണ്, കൊടുത്തവന് തന്നെ പടച്ചവനെ ദ്രോഹിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് വളരെ കുറച്ചുപേര് മാത്രമാ, ന്യൂനപക്ഷം മാത്രമാണ്. പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. അതാ കച്ചവടം നടക്കുന്ന, വാശിയേറിയ കച്ചവടം നടക്കുന്ന, മത്സര കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യന് പടച്ചറബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനീ മിനൽ ഖലീൻ.
പടച്ചവരെ ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു മനുഷ്യനതാ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്നെ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാ. വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നു കൊണ്ട് കച്ചവടം നടത്താതെ ഒരു മനുഷ്യന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ഉമർ തങ്ങൾക്ക് അത്ഭുതമായി, ഉമർ തങ്ങൾക്ക് അത്ഭുതമായി. ഈ മനുഷ്യ എന്തേ നീ ദുആ ചെയ്യുന്നത്? ന്യൂനപക്ഷത്തിൽ പെടുത്താ പറയുന്നല്ലോ, കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്താ പറയുന്നല്ലോ. ആരാണ് കുറഞ്ഞ വിഭാഗമെന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ കൂടെ പെടുത്തണമെന്ന് ദുആ ചെയ്യുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കുകയാ. പടച്ചവനെ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരു ആയത്ത് അവിടെ നിന്ന് ഓതി കൊടുക്കുകയാ. ഏതാണ് ആയത്ത്? വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ. അല്ലാഹു പറയുകയാണ്, തന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവര് വളരെ കുറഞ്ഞ വിഭാഗം മാത്രമേ ഉള്ളൂ. അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് അത് കുറഞ്ഞ വിഭാഗം മാത്രമേ നന്ദി രേഖപ്പെടുത്താറുള്ളൂ. അല്ലാഹുവേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ എന്നാണ് ദുആ ചെയ്യുന്നതെന്ന് ആ മനുഷ്യൻ ഉമർ തങ്ങളോട് പറയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. അല്ലാഹുവേ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ, നന്ദിയുള്ളവര് കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. പടച്ചവനെ നന്ദി കാണിക്കുന്നവര് കുറവാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ നബിതങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, നബിതങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ, എന്തിനാ നബിയേ കാല് നീര് കെട്ടുന്ന രീതിയിൽ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് നന്ദിയുള്ള അടിമയാകണം സഹോദരാ. നന്ദിയുള്ള അടിമകളെ അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ. നന്ദിയുള്ള അടിമയെ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് നന്ദിയുള്ള ചില അടിമകളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആ അടിമ ആരാണെന്നറിയോ? പടച്ചവരെ, ഒരടിമയെ നമുക്ക് പരിചയപ്പെടാ. ഖാല നൂഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖുർആൻ പറയുകയാ, ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. 980 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാ.
നൂഹെന്ന് പറയുന്ന പ്രവാചകന് നന്ദിയുള്ള അടിമയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെടുന്ന പരിചയപ്പെടുത്തുമ്പോ നൂഹ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ, വെള്ളം കുടിച്ചു കഴിഞ്ഞാ എന്തു ചെയ്താലും നൂഹ് നബി പറയുമായിരുന്നു അവിടെ അൽഹംദുലില്ലാ പറയുമായിരുന്നു. പടച്ചവരെ, നൂഹ് നബിയുടെ പ്രത്യേകത എന്താ? ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നന്ദിയുള്ള ഒരു അടിമയെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കൊച്ചാപ്പാടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞേ. 950 കൊല്ലം ദഅവത്ത് ചെയ്ത ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ നൂഹ് നബിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ദുർരിയത്തമൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ. നന്ദിയുള്ളവനാ നൂഹ്. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു ഉപദേശം എന്താ? നൂഹ് നബിയുടെ പ്രത്യേകത എപ്പോഴും എന്ത് ചെയ്താലും പറയും അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയും? ഉറക്കെ പറ. എന്തു പറയും? സുഖമാണോ? പോയി. തുടക്കം തന്നെ പോയി. പറ, സുഖമാണോ? എന്താ അൽഹംദുലില്ലാ പറയാനൊരു മടിയെന്തേ? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്? അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, സുഖമാണോ? അതെല്ലാവർക്കും പറയാൻ പറ്റൂല. ഈ അൽഹംദുലില്ലാ എന്ന നാവിന്റെ മുമ്പിൽ എല്ലാവർക്കും വരാൻ പറ്റൂല. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് അല്ലാഹ് ഇഷ്ടപ്പെടണം. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ നാവിലാണ് അൽഹംദുലില്ലാ വരുന്നത്. അത് എന്തു വന്നാലും അവര് പറയുമടോ, സങ്കടമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, എന്തു പ്രയാസമാകട്ടെ, എന്തു വന്നാലും അവര് പറയും അൽഹംദുലില്ലാ. അവര് പടച്ചവനെ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോലും നമ്മൾ പറയാറില്ല. നമ്മുടെ നാവിലത് വരാറില്ല. കാരണം നമ്മൾ അത് പറഞ്ഞു പഠിച്ചിട്ടില്ല. പറയണം സഹോദരാ, എന്തും തരുന്നവൻ അല്ലാഹുവാണല്ലോ. ആ പടച്ച റബ്ബ് എന്ത് തന്നാലും നല്ലതിനാണല്ലോ. അൽഹംദുലില്ലാ. യജമാനൻ തന്നതിനങ്ങനെ പറയണം സഹോദരാ. പക്ഷേ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു സ്വഭാവ ഗുണമില്ലടോ. എന്ത് സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, കണ്ണീരാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്ത് ചോദിച്ചാലും പറയണേ പെങ്ങള്. സഹോദരിമാരോട് ചോദിക്കുന്ന സുഖമാണോ? അതാ സഹോദരങ്ങളോട് ചോദിക്കുന്ന സുഖമാണോ? ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഈ വാലുകൾ കാമന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ജീവിതം എങ്ങനെയുണ്ട്, കുടുംബ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ഉസ്താദന്മാര് ചോദിച്ചാൽ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മറുപടി ഞാൻ പറഞ്ഞു തരാ. അധികം ആൾക്കാരും പറയുന്ന ഒരു മറുപടിയുണ്ട്, സഹോദരാ കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഉസ്താദേ അതൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ഉസ്താദ് അവന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനെ പോലെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറിച്ച് നിന്നോട് ചോദിച്ചാ നീ പറയും ഇങ്ങനെയൊക്കെ പോവുകയാ. ഈ പറയുന്നത് കേട്ടാ എന്തോ വലിയ ഭാരമുള്ളത് ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കൂ. സങ്കടമാണോ, പരീക്ഷണമാണോ, രോഗമാണോ, ദുരിതമാണോ, എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞാ വല്ലാത്ത പ്രതിഫലമാ. നമ്മളൊക്കെ ചില രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നമ്മൾ വല്ലാതെ കരയുന്നവരാണ്, കുറ്റപ്പെടുത്തുന്നവരാണ്, നിരാശപ്പെടുന്നവരാണ്. എന്നാൽ അൽഹംദുലില്ലാ പറയാ പഠിക്കണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്,
എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചവരാ, എത്രയോ മഹാന്മാരുടെ ചരിത്രം പഠിച്ചവരാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഒരു നാവ് കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്, വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ അൽഹംദുലില്ലാഹ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാ അൽഹംദുലില്ലാഹ്, എന്ത് ചെയ്തു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ്. അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാണ്, അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണം പെങ്ങള്. ഉർവതങ്ങൾ ആരാണെന്നറിയോ? ഉർവതങ്ങൾ ആരാണെന്നറിയോ? കാലിന്റെ ഒരു വിരലിന് വേദന എടുക്കുകയാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് കാല് പഴുക്കുന്നു, തങ്ങള് വിരല് പഴുക്കുന്നു, തങ്ങള് ഈ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, വലിയ പ്രയാസമാകും തങ്ങള്. ഉർവതങ്ങൾ കാര്യമാക്കിയില്ല, മിണ്ടാതെ നടക്കുകയാണ്. പടച്ചവനെ, കാലിന് വേദന കൂടിയപ്പോ രണ്ടാമതും വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങള് പഴുപ്പ് വ്യാപിച്ചിരിക്കുകയാ, വിരല് മുറിച്ചാ പോരാ, കാൽപ്പത്തി മുറിച്ച് മാറ്റണം തങ്ങള്. ഉർവതങ്ങൾ മിണ്ടാതെ നടന്നു. അവസാനം വേദന കൂടി, അതാ പഴുപ്പ് മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോ വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിക്കണം തങ്ങള്. അങ്ങനെ ഒരു വഴിയില്ലാതെ വന്നപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിച്ചു. ചെറുപ്പക്കാരാ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി അതാ ഉപകരണവും എടുത്തുകൊണ്ട് മഹാനായ ഉർവതങ്ങളുടെ ചാരത്ത് വരികയാണ്. എന്നിട്ട് ലഹരിയാണ്, ഒരു പാത്രത്തിൽ ഗ്ലാസ്സിൽ ലഹരി കൊണ്ടുവന്നിട്ട് പറഞ്ഞു കുടിക്കാറ്. ഉർവതങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേദന അറിയാതിരിക്കാൻ പടച്ചവനെ ഒരു ശമനം കിട്ടും, അതുകൊണ്ട് കുടിക്കാൻ പറഞ്ഞപ്പോ ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും കുടിക്കൂല, ഒരിക്കലും ലഹരി ഞാൻ ഉപയോഗിക്കില്ല. പടച്ചവനെ, അവസാനം വൈദ്യന്മാർക്ക് സങ്കടമായി. എങ്ങനെയാ കാല് മുറിക്കുന്നത്? എങ്ങനെയാ കാല് മുറിക്കുന്നത്? അവസാനം ഉർവതങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാ. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തു, അതാ നിസ്കരിക്കാൻ കൈകെട്ടി. അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്, അവിടുന്ന് സൂറത്ത് ഓതുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ വൈദ്യന്മാര് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ പോവുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ ഒരു കാലപടന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ. സിനിമാ കഥയല്ല പറയുന്നത്, കെട്ടുകഥയല്ല പറയുന്നത്. മഹാനായ ഉർവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലപടന്ന് വെട്ടിമുറിക്കുകയാ. മഹാനവറുകൾ അറിഞ്ഞില്ല, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത്
ചെയ്തിട്ടും രക്തം നിലയ്ക്കാതെ വന്നപ്പോ വൈദ്യന്മാര് സെയ്തെണ്ണ തിളപ്പിക്കുകയാണ്. പെട്ടെന്ന് രക്തം നിലയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. സെയ്തെണ്ണ തിളപ്പിച്ചിട്ട് ആ മുക്കതാ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. സെയ്തെണ്ണ കൊണ്ടുവന്നിട്ട് തിളപ്പിച്ച സെയ്തെണ്ണ കൊണ്ടുവന്ന് മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ ഉർവതങ്ങൾ അറിയാതെ നിസ്കരിക്കുകയാ. കാരണം ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പോതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നിരുത്തി ഇബ്രാഹിം നബി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ മുസ്ലിം ആയിരുന്നില്ല, ബിസ്മി പറഞ്ഞില്ല. ഇബ്രാഹിം നബിക്ക് ദേഷ്യമായി. ഇറക്കി വിട്ടു. ആ ചങ്ങാതി അവിടെ നിന്ന് ഇറക്കി വിട്ടു. അയാളെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യനെ വേദനിപ്പിച്ച് ഇറക്കിവിട്ട ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ജിബ്രീൽ വരികയെ. അള്ളാഹു ചോദിക്കുന്നു, ഇബ്രാഹിമേ, ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാ? നീയാ അള്ളാഹ് കൊടുത്തേ? ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആ മനുഷ്യന് ഇത്രയും കാലം ഭക്ഷണം കൊടുത്തതാരാ? റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവേ, നീയാ അള്ളാഹ് കൊടുത്തേ? ഇബ്രാഹിമേ, അവൻ എന്നെ വിശ്വസിക്കാത്തവനാ, എന്നിട്ടും ഇത്രയും കാലം ഞാൻ അവന് ഭക്ഷണം കൊടുത്തല്ലോ. നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇബ്രാഹിമേ. എന്നെ അവൻ ആരാധിക്കാത്തവനാ, എനിക്കറിയാം, എന്നെ വിശ്വസിക്കാത്തവനാ, എന്നിട്ടും ഞാൻ അവൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു. നീ ആ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ഒരു നേരം കൊടുക്കാതെ നീ അവനെ വേദനിപ്പിച്ചു വിട്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ മനുഷ്യനെ തേടി വീണ്ടും പുറകിൽ ഇറങ്ങിപ്പോയി. ഇബ്രാഹിം നബി വരുന്നത്, ചങ്ങായി നിക്ക്. ഇബ്രാഹിം നബി വരുന്നത് കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഉപദ്രവിക്കാൻ വരുന്നു. ഓടി ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടി ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിങ്ങൾ വരണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടൂല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? നിങ്ങൾ എന്നെ പരിഹസിക്കുവാണോ? നിങ്ങളല്ലേ ഇറക്കിവിട്ടെ, വീണ്ടും എൻ്റെ അടുക്ക വന്നിരിക്കുക കളിയാക്കാൻ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടൂല. എന്തേന്ന് ചോദിച്ചു. എന്താ ഇത്രയും കിട്ടും മനമാറ്റം എന്തേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നിന്നെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് വേദനിപ്പിച്ച് ഇറക്കി വിട്ടപ്പോ എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. നിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹു നിന്റെ വിഷയത്തിൽ ഇടപെട്ടു. ആ മനുഷ്യൻ ചോദിക്കുകയാ, ഒരു വിശ്വാസിയല്ലാത്ത എന്റെ മനസ്സ് വേദനിച്ചപ്പോ നിങ്ങളുടെ റബ്ബ് ഇടപെട്ടോ? അതെ, എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്കിൽ ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇബ്രാഹിം നബി ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് സങ്കടത്തിൽ കരയാ. ഈ കരച്ചല് കണ്ടപ്പോ മലക്കുകൾ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ഞങ്ങള് പോകട്ടെ അല്ലാ. സങ്കടത്തോടെ കരയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ അവിടെ നിന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, മനുഷ്യന്റെ രൂപത്തിൽ ആ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ പോകാൻ ഞങ്ങൾക്കൊരവസരം തരണേ പടച്ചവനെ. അങ്ങനെ യഥാ അനുവാദം ചോദിച്ചുകൊണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ, മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകൾ പറയുകയാ, ഞങ്ങൾ കുഷ്ഠരോഗികളാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരും തയ്യാറാകില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മറുപടി എന്താ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി പറയുകയാണ്, അൽഹംദുലില്ലാഹ്, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാ. അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു രോഗം തരണമെങ്കിൽ അല്ലാഹു അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ ഒരിക്കലും പടച്ച റബ്ബ് ഇങ്ങനെ നിങ്ങൾക്ക് തരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി അതാ. അതുകൊണ്ട് പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാ.
അതിന്റെ കാരണം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. മൂന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ. ഒരു കുടുംബം നന്ദിയുള്ള കുടുംബമാ. പടച്ചവനെ നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് ഒരു കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ആരുടെ കുടുംബം എന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദിന്റെ കുടുംബം, പടച്ചവരെ ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ 24 മണിക്കൂറും ഇബാദത്ത് നടക്കുന്ന ഒരു വീട് കാണാ. പടച്ചവരെ ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് ഭൂമിയിലേക്ക് നോക്കുമ്പോ 24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറാതെ ഇബാദത്ത് നടക്കുന്ന ഒരു കുടുംബം കാണാ. അതാരുടെ വീടാണെന്നറിയോ? അതാരുടെ വീടാണെന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി സമയം നിശ്ചയിച്ചിരിക്കുകയാ. ദാവൂദ് നബിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇത്ര മണിക്കൂർ, ഭാര്യക്ക് ഇബാദത്ത് ചെയ്യാൻ ഇത്ര മണിക്കൂർ, സുലൈമാൻ നബിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇത്ര മണിക്കൂർ. ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യാ സമയം ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തിരിക്കുകയാ. അല്ലാഹു എപ്പോ നോക്കിയാൽ ദാവൂദ് നബിയുടെ വീട്ടിലെ ഇബാദത്താ. അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത്, ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ. ദാവൂദിന്റെ കുടുംബം അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന കുടുംബമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നന്ദി കാണിച്ചാ റബ്ബ് മറക്കൂല. നന്ദി കാണിച്ചാൽ അല്ലാഹു മറക്കൂല. റബ്ബ് വാരിക്കോരി തരും മക്കള്, വർദ്ധിപ്പിച്ചു തരും മക്കള്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യ്. അല്ലാഹുവേ നീ ഇബാദത്ത് ചെയ്താ, നീ അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയ, അല്ലാഹു വേണ്ടത് മുഴുവനും നിനക്ക് വാരിക്കോരി തരികയാണ്. പെങ്ങളെ നിസ്കരിക്കുമോളെ, ഖുർആനോതുമോളെ, സദക്ക കൊടുക്ക സഹോദരാ. ഒരിക്കലും സദക്ക കൊടുത്ത ഒരാൾക്കും അല്ലാഹു ദാരിദ്ര്യം കൊടുത്തിട്ടില്ല. ഒരാളും ഇന്ന് വരെ പട്ടിണിക്കായിട്ടില്ല. കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, പടച്ച റബ്ബിനെ മറന്ന ഉസ്താദേ സാമ്പത്തികമായി ഞാൻ വല്ലാതെ തകർന്നിരിക്കുകയാ. കച്ചവടം മുഴുവനും തകർന്നു പോയി, സമ്പത്ത് തകർന്നു പോയി, സമാധാനമില്ല, ജീവിതം വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാരും പറയുന്ന കാരണമാണല്ലോ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ, നമ്മൾ നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് കൈവിടുമടോ. ജീവിതത്തിൽ നിന്ന് റഹ്മത്ത് പോവുകയാണ്, ബർക്കത്ത് പോവുകയാണ്, എല്ലാം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റജബ് മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പള്ളിയിലെ ഖതീബ് ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോഴും പ്രത്യേകമായിട്ട് പറയുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും എനിക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പെങ്ങളെ
ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ, നിങ്ങളുടെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയല്ലേ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളിൽ പലരും കൊടുത്തിട്ടല്ലേ ഇന്ന് ഈ നിലയിലായത്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഉറങ്ങേണ്ടവർ ഉറങ്ങിക്കോ, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ, എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ. പക്ഷേ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാ. ഈ പൈസ കൊണ്ട് അല്ലാഹൊന്നും നേടാനില്ല. അല്ലാഹുവിന് നമ്മുടെ പൈസയുടെ ആവശ്യമില്ല. ആവശ്യക്കാര് നമ്മളാണ്. അസ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന്, അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റുമെന്ന് പടച്ചവനെ മുത്തുനബി അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ് പെങ്ങള്. ഓരോ വീട്ടിലും കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? പടച്ചവരെ, വയനാട് എന്റെ പ്രിയ സുഹൃത്തിന്റെ വീട്ടിലിരിക്കുമ്പോ അതാ വോട്ട് ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മാനന്തവാടിയിൽ നിന്ന് വന്നതാണ്. ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്. കിഡ്നി ഫെയിലായിരിക്കുന്ന ചെറുപ്പക്കാരനാണ്, ഡയാലിസിസ് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്തേ മാറ്റിവെക്കാനെന്ന് പരിശ്രമിച്ചുകൂടെ? ഉസ്താദേ, മാറ്റിവെച്ചിട്ട് ഫെയിലായതാ. പടച്ചവരെ, വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഫെയിലായി പോയി, വീണ്ടും ഡയാലിസിസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറില്ല, 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളെന്ത് മനുഷ്യരാണ്, എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമല്ലോ, എന്തേ നിങ്ങൾ അശ്രദ്ധ കാണിച്ചത്, എന്തേ നിങ്ങൾ കഴിക്കാതിരുന്നത്? ചെറുപ്പക്കാരന്റെ മുഖമങ്ങ് വാടിയടോ. അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, ഒരാഴ്ചയിൽ 6000-7000 രൂപ വേണം ഉസ്താദ്. എവിടെ നിന്നാ ഉസ്താദ്? ഈ പാവപ്പെട്ടവനായ എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഉസ്താദേ ഗുളിക കഴിക്കാൻ പറ്റാതെ പോയത്. സങ്കടത്തോടെ പറയുമ്പോ, ആരോഗ്യമുള്ള സമ്പത്ത് തന്ന മുസ്ലിമേ, എന്തേ ചിന്തിക്കാത്തത്? നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിരിയും കളിയുമൊക്കെ മാറുമടോ. നിന്റെ കുടുംബത്തിൽ ഇടിത്തീ വീണതുപോലെ ആ വാർത്ത എങ്ങാണം വന്ന എല്ലാം അവസാനിച്ചടോ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് വരികയാ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുക്ക്, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുക്ക്. എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവരെ ആ ബക്കറ്റിന്റെ അകത്തിട്ടിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനോട് പറ സഹോദരാ. അതുകൊണ്ട് സംഘാടകർ വരികയാ. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. എന്നെ അറുത്ത് മുറിക്കരുത്, എന്റെ കൈകാലുകൾ മുറിച്ച് മാറ്റരുത്. പടച്ചവരെ, എന്നെ കിടന്ന കിടപ്പിൽ കിടത്തരുത്, മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. മക്കളെ, അല്ലാഹു തരുന്ന മാസമാണ്, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് ഒരാളും വിട്ടുപോകരുത്. അല്ലാഹുവേ, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചങ്ങായിമാരെ, ബക്കറ്റ് ഇങ്ങടെ മുമ്പിൽ വരിക. ആ കൊണ്ടുവരുന്ന ചങ്ങാതിക്ക് വീട് വെക്കാനല്ല കേട്ടാ, ആ കൊണ്ടുവന്ന ചങ്ങാതിയുടെ മക്കളെ കെട്ടിക്കാനൊന്നുമല്ല. ആ ബക്കറ്റ് കൊണ്ടുവരുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാ. മനസ്സറിഞ്ഞു കൊണ്ടു കൊടുത്തോ, രക്ഷപ്പെടും. അൽഹംദുലില്ലാഹ്. ഡോക്ടറെ കാണണമെങ്കിൽ ഫീസ് എത്ര രൂപ എന്നറിയാവോ? ഒരു പനി പിടിച്ചു പോയാൽ തന്നെ ഡോക്ടറെ കാണണമെങ്കിൽ ഫീസ് എത്ര രൂപയാ? ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ടെന്ന മനസ്സറിഞ്ഞു കൊണ്ടു കൊടുക്ക്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ച നിങ്ങൾക്ക് ഞാൻ എല്ലാം തരും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഈ രണ്ട് എത്ര മണി വരെയല്ല നിർത്താറായോ? പിന്നെ വാച്ചിലൊക്കെ നോക്കുന്ന എല്ലാവരും വാച്ചിലൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. ഒരു അരമണിക്കൂറും കൂടെ പറ്റൂലേ? അരമണിക്കൂറും കൂടെ ഇരിക്കൂലേ? നിങ്ങൾ എന്താ കാക്കാമാരി അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാനാണെങ്കിൽ കുറേ നാളുകളായിട്ട് വഴതൊന്നുമില്ല, സുഖമില്ല, വളരെ പ്രയാസത്തിലായിരുന്നു. എല്ലാവരുടെ ദുആ കൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് വഴത് വയ്യ, കൂടുതൽ നിൽക്കാനും പറ്റൂല, കൂടുതൽ നേരം ഇരിക്കാനും പറ്റൂല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇത്തിരി വഴത് കൂടിപ്പോയി. 3-3.5 മണിക്കൂറോളം ഒരു യതീംഖാനയുടെ പരിപാടി ആയതുകൊണ്ട് അങ്ങ് ഒരുപാട് നേരം നിന്നു. പക്ഷേ ഇന്ന് രാവിലെ കിടന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം വരെ കിടപ്പായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. ഇതിനി ഇവിടെ നിന്ന് നേരെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. അവിടെ നിന്ന് പിന്നെ 100 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. പോയിട്ട് അതേപോലെ വീണ്ടും തിരിച്ച് വയലിന് വരാനുള്ളതാണ്. അപ്പോൾ ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ട്, പരാതിയൊന്നുമില്ല. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്താൽ മതി, വേറൊന്നുമില്ല. നമുക്ക് സുഖമില്ലെങ്കിൽ എല്ലാവരോടും പറയാൻ പാടില്ല സുഖമില്ല 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 എന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാത്ത സങ്കടം തോന്നും. നമ്മൾ സുഖമില്ല സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. നമ്മുടെ ശത്രുവിനാണെങ്കിൽ വലിയ സന്തോഷം തോന്നും. അതാവസ്ഥ. നമ്മുടെ ശത്രുവിനാണെങ്കിൽ അവൻ വീണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഓരോ ആൾക്കാർ ഓരോന്നും പറയും, ഒന്നും കാര്യമാക്കണ്ട. അള്ളാഹു എന്ത് തന്നാലും കാലിലൊരു മുള്ളുകൊണ്ടാ അതിനും പ്രതിഫലമുണ്ട്. ഒരു രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനിച്ചാൽ മതി. ഒരു രാത്രി പനി വന്നിട്ട് ബുദ്ധിമുട്ടിയാൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടോ കിടന്ന് നരകിക്കുന്നത് കണ്ടോ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തി പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ നമുക്കെന്തോ ഇല്ലാത്ത എന്തൊരവസ്ഥയല്ല. എൻ്റെ പൊന്നാര ആമിനാത്ത, ആ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയുന്നു.